ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇപ്പോൾ സമയം വൈകിട്ട് ഒരു 6-6:30 ആയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ, നമുക്ക് പുറത്തൊരു നൈറ്റ് വോക്കിന് പോയിട്ട് വന്നാലോ എന്ന്. അതെങ്ങനെ ഇരിക്കും അല്ലേ? എത്രയെന്ന് പറഞ്ഞിട്ടാ ഒരു റൂമിനകത്തുള്ളിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ തന്നെ ആണെന്ന് വെച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എത്ര നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ? അച്ഛനും അമ്മയും കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ തിങ്ങി നിറഞ്ഞ് ഒരേ മുറിക്കുള്ളിൽ ശ്വാസം മുട്ടി ഇരിക്കാതെ പുറത്തൊക്കെ പോയി ഒരു ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമ്മുടെ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് റോഡിലൂടെ തന്നെ, അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിലൂടെ കുറച്ച് നേരം നടക്കാം എന്നാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ വന്നു, അങ്ങനെയാണെങ്കിൽ എന്തിനാ നമുക്ക് ഒഫീഷ്യലായിട്ടൊരു വോക്ക് വേ സെറ്റപ്പ് ഉള്ളിടത്തേക്ക് തന്നെ പോകാം. അപ്പോൾ പോയിട്ട് നമുക്ക് കുറച്ച് നേരം അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ഗതിയും പിന്നെ കാമായിട്ടുള്ളൊരു എഫക്റ്റ്, തണുത്ത കാറ്റ്, ശുദ്ധമായിട്ടുള്ളൊരു വായുവൊക്കെ ശ്വസിച്ച് നല്ല റിഫ്രഷ്ഡ് ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ പിറ്റേ ദിവസം ഇത് ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ് ആക്ച്വലി. സോ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വർക്കിന് കയറാനായിട്ടും ഒരു എനർജിയൊക്കെ ആകുമല്ലോ എന്നുള്ളൊരു ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാറിൽ കയറി പോകുന്നത്. പക്ഷേ ഗൈസ്, നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഐഡിയ നമുക്ക് വന്നതേ ലേറ്റായിട്ട്. അതിൻ്റെ കൂടെ കൊച്ചിയിലെ ട്രാഫിക്കിനെ പറ്റിയിട്ട് ഞാനായിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ കൊച്ചിയിൽ ഉള്ളവർക്ക് സ്പെഷ്യലി അറിയാനായിട്ട് പറ്റും. ഒരു രക്ഷയില്ല ഗൈസ്. ഈവൻ സൺഡേ ആണ്, സൺഡേ എല്ലാവരും പുറത്തു പോകുന്ന ഒരു സമയം കൂടിയിട്ടാണ് നൈറ്റ് ടൈം എന്ന് പറയുന്നത്. എന്നാലും എന്ത് ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് താണ്ടി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തിയപ്പം ഒന്നും കൂടി ഇരുട്ടായി. നിങ്ങൾക്ക് അത് ഈ വീഡിയോയിൽ കുറച്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ. അവിടെ സ്പോട്ടിൽ ചെന്ന് ഞാൻ ഇറങ്ങി എല്ലായിടും കാണിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് വളരെ നൈസായിട്ടുള്ളൊരു സ്പോട്ടാണ്. എവിടെയാണ് എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാത്തത്. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത്തിലാണ്. വൈറ്റിലയൊക്കെ താണ്ടി ഫ്ലൈ ഓവറൊക്കെ കയറി വേണം നമ്മൾ പോകാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക്. മരട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒത്തിരി ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം ബ്ലോക്ക് കിട്ടി ഞങ്ങൾ പോസ്റ്റായിട്ട് കിടന്നു, വീണ്ടും പോയി. പിന്നെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ഫുൾ ഫാമിലി ഉള്ളത് കൊണ്ട് വണ്ടിക്കകത്താണെങ്കിലും കഥ പറച്ചിലും പരിഭവങ്ങളും. ഇപ്പോൾ മക്കളൊക്കെ അച്ഛനെയും അമ്മയൊക്കെ കാണുന്ന കുറച്ച് നാൾക്ക് ശേഷമാണ്. ഇപ്പോൾ പേരൻസിന് നാട്ടിലുള്ളവർക്ക് ഇപ്പോഴും നമ്മുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമുക്ക് ജോലിയുടെ തിരക്കുകൾ കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റണം എന്നില്ല. ഇതുപോലെ വളരെ ടൈറ്റായിട്ടും വളരെ സ്ട്രെസ്ഡ് ആയിട്ടും നമ്മുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മുടേതായിട്ടുള്ള ആൾക്കാരെ കാണുമ്പം നമുക്കത് വളരെ റിലീഫായിരിക്കും അല്ലേ? ഇപ്പം കഥകളൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്നിറങ്ങുമ്പോഴത്തേനും നിങ്ങൾ നോക്കുക, ഈ വീഡിയോയിൽ എവിഡൻ്റ് ആയിട്ട് അറിയാൻ പറ്റും, നല്ല ഡാർക്കായിട്ടുണ്ട് ചുറ്റും. എന്നിരുന്നാലും അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എടുത്തു പറയണം, കുഞ്ഞു കുട്ടികളെ കൊണ്ടാണ് അവിടെ ഒരു ചെറിയ പാർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കളിക്കാനായിട്ടൊക്കെ പറ്റിയ നല്ല അന്തരീക്ഷമാണ്. കാരണം ചൂടില്ല. പിന്നെ ആ ഒരു ഉച്ചയ്ക്കത്തെ ആ ചൂടിൻ്റെയൊക്കെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറി ഒരു തണുത്ത കാറ്റ് വീശുന്ന, ഇത് കായലിൻ്റെ തീരത്താണ്. എത്രത്തോളം ഇതിനകത്ത് എവിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല ഈ പാത്ത് വേ പോകുന്നത്. ഇപ്പോൾ ആക്ച്വലി മരടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു വോക്ക് വേ ഉണ്ട് ഇവിടെ ചെറുതായിട്ട്. നൈറ്റ് ടൈമിൽ ചെറിയൊരു സ്മോൾ വോക്കിന് വേണ്ടിയിട്ട് വന്നാൽ, പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇത് ശരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ്സ് ലുക്സ് റിയലി നൈസ്. ഭയങ്കര കൂളായിട്ട് ഈ ലൈറ്റ്സൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, രാത്രിയിൽ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേനും ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കൂടെ ആ സ്കൈയിലെ മേഘങ്ങളൊക്കെ നിൽക്കുന്നതും കായലിൻ്റെ ഇഫക്റ്റും കൂടെ ഒക്കെ വന്നപ്പോഴത്തേനും ഇറ്റ്സ് അടിപൊളി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടും, കുറച്ച് ടൈമൊക്കെ ചില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിവേസ്, നമ്മൾ വന്നിരിക്കുന്നത് ഫാമിലി ആയിട്ടാണ്. നമുക്കെല്ലാം ചുറ്റും നടന്ന് ജസ്റ്റ് ഒന്ന് കാണാം, ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ പോകാം. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് അവിടുത്തെ ഞാൻ ഈ ക്ലിപ്പിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, രാത്രി ആയതുകൊണ്ട്. എന്നാലും വിശാലമായിട്ടുള്ള കായൽ, അതിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾ, പിന്നെ ആ ലൈറ്റ്സ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് അതൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ആ ലൈറ്റ്സ്. ആ ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ വാട്ടറിൽ അടിക്കുമ്പോൾ അതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര രസമാണ്. അത് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് വരുള്ളൂ. പിന്നെ മഴ പെയ്യാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ആ മാനത്തെ ക്ലൗഡ് കിടക്കുന്ന അതിൻ്റെ ഡിസൈനും ഒക്കെ, അത് ആ മൊത്തത്തിൽ ആ വിഷ്വൽ കാണാനായിട്ട് ശരിക്കും
നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കപ്പിൾസ് ഉൾപ്പെടെ ചില്ല് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഈ വീഡിയോഗ്രാഫി അവർക്കൊക്കെ നല്ലതുപോലെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും മേ ബി. ബട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുത്ത് കാണിക്കാതിരിക്കുക? സോ ക്യൂട്ട് റിയലി. നൈറ്റ് വാക്ക് കൊള്ളായിരുന്നോ അമ്മേ? സൂപ്പറായിരുന്നോ? സൂപ്പർ. അമ്മയ്ക്കൊക്കെ ശരിക്കും നന്നേ ഇഷ്ടമായി കേട്ടോ സ്പോട്ട്. നമ്മളിങ്ങനെ വെറുതെ നടക്കുന്നു എന്നുള്ളതല്ല, ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരുമായിട്ട് ആക്ച്വലി അവർ ഈ എന്നും കണ്ട് ഇണങ്ങി കിടക്കുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ കൂടെ നടക്കുക, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കുക, നമ്മളെ കാത്ത് കിടക്കുക. അതും എല്ലാ ഈ വിഷ്വൽ ട്രീറ്റുകളാണ് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നത്. നൈറ്റ് ടൈമിൽ ജസ്റ്റ് ഒരു വോക്കിനൊക്കെ വേണ്ടി നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കൂളായിട്ട് കുറച്ച് നേരം കാമായിട്ട് വന്നിരിക്കാം. നല്ല തിരക്കുണ്ട് റോഡ് സൈഡിൽ തന്നെയായിട്ടാണ്. ഞാൻ നമ്മുടെ മൈക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ സ്പെക്സിൻ്റെ റേഡിയേഷൻ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സ്ക്യൂസ് മീ ഫോർ ഓൾ ദാറ്റ്. സോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ബൈ.